41,000 ഒരാൾ ആണ് ഞാൻ. വേറൊരു അഭിപ്രായം പറഞ്ഞു എന്ത് പ്രശ്നങ്ങളുണ്ടല്ലോ, അതല്ലോ ശശി ബ്രാഞ്ചിൽ. ഗവൺമെൻറ്റിന് ഞാൻ സ്വീകാര്യനാണ്, പാർട്ടിക്ക് സ്വീകാര്യനല്ല എന്ന് വരുമ്പോൾ പിന്നെന്തിനാ ഇപ്പം ഈ സ്ഥാനത്തിരിക്കുന്നത്? പാർട്ടിക്ക് സ്വീകാര്യനല്ലാതെ നല്ലുള്ള ഗവൺമെൻറ്റിന് മാത്രം നല്ലവനായിട്ട് എന്തിനാ ഈ സ്ഥാനത്തിരിക്കുന്നു? അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്വമതികളായ ആളുകളുടെ ഭാഗത്തു നിന്ന് വരേണ്ടതല്ല. അപ്പം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ പാർട്ടി സംവിധാനം നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്നപ്പോൾ ഈ ജില്ലയിലെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ സുപ്രധാനമായ ഒരു ഘടകമായിരുന്നു ഞാൻ. ഒറ്റയാളെ കുരുതി കൊടുക്കാനോ ഒരാളെ നടപടിക്ക് വിധേയനാക്കാനോ കൽപ്പിച്ചുകൂട്ടി നടപടിക്ക് വിധേയനാക്കാനോ അകറ്റിക്കളയാനോ ആയുസ്സിൽ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല ഞാൻ. ഉദാഹരണം, ഒന്നാമത്തെ പേരാരറിയോ? സുരേഷ് ബാബു. പാർട്ടിന്ന് പുറത്താക്കി സുദേവൻ സെക്രട്ടറി ആവുന്ന കാലത്ത്. കേസ് ചെറിയ കേസല്ല, ഇപ്പം അവിടെ വെച്ച് പറയാൻ കൊള്ളാത്ത കേസ്. എന്നിട്ട് പോലും നമ്മളെന്താ ചെയ്ത്? ഞാൻ മുൻകൈ എടുക്കുക ചെയ്ത്. ഓർമ്മയില്ലേ? ഞാൻ മുൻകൈ എടുത്തു. അന്നത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് പി ഉണ്ണിയുണ്ട്, സഖാവ് ഉണ്ണിയേട്ടൻ ഉൾപ്പെടെ ഒരാളെ കളയരുത് പാർട്ടിയിൽ നിന്ന് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചത് ഒരാളെയും കളയാനല്ല, അയാൾക്കൊരു ചെറിയ നടപടി കൊടുത്തു. നടപടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഒരു സഖാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു വൈരനിര്യാതന ബുദ്ധി, മരിക്കുന്നത് വരെ തൂക്കിക്കൊല്ലാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വകുപ്പില്ല കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിലുണ്ടാവും, IPC-യിലുണ്ടാവും, അതുണ്ടാവും. മരിക്കുന്നവരെ തൂക്കിക്കൊല്ലാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വകുപ്പില്ല. ഒരു നടപടി എടുത്താൽ നടപടിക്കൊരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ അത് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ്, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്. ശരി, സതീശൻ പറ. അല്ല, അദ്ദേഹം പാർട്ടിയുടെ പ്രധാന നേതാവ്. പരാതികൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മുമ്പിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ പരാതിയിൽ താല്പര്യമുള്ള പരാതികൾ പരിഗണിക്കുക, അല്ലാത്ത പരാതികൾ അവിടെ നിർത്തുക. ഇതാണോ തീരുമാനം? താല്പര്യമുള്ള പരാതികൾ മാത്രം പരിഹരിക്കുക, അല്ലാതെ കൊടുത്തിട്ടുള്ള ജനുവിനായിട്ടുള്ള നിരവധി പരാതികൾ അവിടെ പൂഴ്ത്തി വയ്ക്കുക. ഇതെന്ത് നിലപാടാണ്? ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അവർക്ക് താല്പര്യമുള്ള പരാതികളിൽ മാത്രം അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കുക, ഒരാളെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കുക. മറ്റ് പരാതികൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ല, അതെല്ലാം മിണ്ടാതെ അവിടെ മാറ്റിവെക്കുക. എത്ര അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ തന്നെ 142ഓളം പരാതികൾ ഇവിടെ പറഞ്ഞല്ലോ. വിവിധ ഏരിയ കമ്മിറ്റികളിലെ പരാതി പ്രഭാഗമല്ലേ അവിടെ പോയത്. ഒരു നടപടി അവരെടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ജില്ലാ സെക്രട്ടറിയുടെ ചില അനുഭവങ്ങൾ. അദ്ദേഹം മുഖ്യമന്ത്രിയെ പച്ചയ്ക്ക് തെറി വിളിച്ച ആളായിരുന്നു ഒരു ഘട്ടത്തിൽ. ഈ പിണറായിയെ തന്നെ പച്ചയ്ക്ക് തെറി വിളിച്ച് നടന്ന ആളാണ് ഒരു ഘട്ടത്തിൽ. പിന്നീട് അങ്ങനെ അയാൾ കൂറുമാറി 2004 സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിക്ക് മേൽക്കൈ വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം കൂടി. അതുവരെ പിണറായിയെ പച്ചയ്ക്ക് തെറി വിളിച്ച ആളാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി. പിന്നെ അങ്ങനെ കൂറുമാറി, പിന്നെ കൂറുമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് പോയി. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ഇതെല്ലാം അനുഭവങ്ങളല്ലേ. ഈ ജില്ലയിൽ ഏറ്റവും വലിയ അവസരവാദിയാണ്. നിങ്ങൾ നോക്കിയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നോക്കി ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകും. പിന്നെ ജനാധിപത്യപരമായി ഒരു കോൺഫറൻസ് തിരഞ്ഞെടുത്ത ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയെ, ഒരു ഏരിയ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴുള്ള ഏരിയ കമ്മിറ്റി പോലെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏരിയ കമ്മിറ്റി. ഞാൻ ആ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മെമ്പറായിരുന്നില്ല. ആ ഏരിയ കമ്മിറ്റിയെ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയാണ് ഇവർ, ഈ ജില്ലാ നേതൃത്വം. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി, ആ ഏരിയ കമ്മിറ്റിയിലെ മെമ്പർമാർ, പിരിച്ചുവിടപ്പെട്ട മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ കമ്മിറ്റിയിലെ ആ സഖാക്കൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒറ്റ തവണ ഒരു നോട്ടീസ് കൊടുക്കണ്ടേ ആ ഏരിയ കമ്മിറ്റിക്ക്? ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇവിടെ അയാൾ പോയോന്നറിയില്ല. അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ടൗൺ സെക്രട്ടറി, ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി.
അപ്പോൾ ഇയാള് അയാളല്ല പുറത്താക്കി എന്നല്ല പറഞ്ഞു. ആരെ ആയിക്കോട്ടെ, പുറത്താക്കിക്കോട്ടെ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് വാർത്ത വരട്ടെ. സുരേഷ് ബാബു പ്രതികരിച്ചിട്ടുണ്ട്. ആരോപണം തെളിയിക്കാൻ പി കെ ശശിയെ വെല്ലുവിളിക്കുന്നു. നമുക്ക് നോക്കുക. സുരേഷ് ബാബുവിനെതിരായിട്ടുള്ള അയാളുടെ രാഷ്ട്രീയ ജീവിതമൊക്കെ എന്നേ അവസാനിപ്പിച്ചു പോകേണ്ടതാ. അല്ല, അത് മുൻ എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണനോട് ചോദിച്ചാൽ അദ്ദേഹം അത് പറയുമല്ലേ എന്നറിയില്ല. എന്തിനാ പറയുന്നത്? അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺഫിഡൻഷ്യൽ ഫയലുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതിലുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും ഫോട്ടോയും ഉൾപ്പെടെ. താങ്കൾ പറഞ്ഞിരുന്നു സുരേഷ് ബാബുവിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതാണ് വലിയ ഒരു തെറ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സുരേഷ് ബാബു താങ്കളെക്കാൾ എത്രയോ ജൂനിയർ ആയ ഒരു വ്യക്തി ഈ ജില്ലാ സെക്രട്ടറി ആയി ഈ 2 തവണ തെരഞ്ഞെടുക്കപ്പെടുന്നു. താങ്കൾ അടക്കമുള്ള സീനിയേഴ്സ് മാറ്റി നിർത്തപ്പെടുന്നു. അതിന് പിന്നിൽ ആരാണ്? ഏതില്? ഈ അദ്ദേഹം ജില്ലാ സെക്രട്ടറി. അത് റാക്കറ്റാണ്, അതൊരു നെക്സസ് ആണ്. ആ നെക്സസിൻ്റെ തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പാർട്ടി എന്ന പേരിൽ നടക്കുന്നത് ഈ നെക്സസിൻ്റെ തീരുമാനമാണ്. അതൊരു വിഷ്യസ് നെക്സസ് ആണ്.